ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ LPSC പരീക്ഷ കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മിക്സഡ് ഫീലിംഗിലായിരിക്കും അല്ലേ. കുറച്ച് പേർക്ക് ഈസി ആയിരുന്നു, കുറച്ച് പേർക്ക് ടഫ് ആയിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അത് വരുന്നത് വരെ നമ്മൾ മറ്റൊരു പരീക്ഷയ്ക്ക് ശ്രമിക്കാതിരിക്കുക അങ്ങനെയല്ലല്ലോ അല്ലെ. നമ്മൾ എല്ലാവരും എല്ലാ അവസരങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം, അതിലേക്ക് വേണ്ടി ശ്രമിക്കണം. അപ്പം ഒരു അവസരത്തിലേക്ക് വേണ്ടി ശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് പേര് TTC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ ഒരുപാട് പേര് തന്നെ പ്രീ പ്രൈമറി തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓഗസ്റ്റിലാണ് പരീക്ഷ. ഓഗസ്റ്റ് 23, 30 2 തീയതികളിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് നമ്മളുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? 23 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ, ഇപ്പം നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീ പ്രൈമറി എക്സാമിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ വരാനും സാധിക്കും. സിലബസ് എല്ലാം കൃത്യമായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ആണ്. എന്ത് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ച് ഇത്രയും നാളെ LPSCയുടെ പുറകെ ആയിരുന്നു, അപ്പോൾ ഒന്നും പഠിച്ചില്ല, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇനിയുള്ള 30 ദിവസം നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടൊരു സിലബസ് തന്നെയാണ്. അപ്പോൾ പ്രീ പ്രൈമറി എക്സാംസിനെ കുറിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പ്രീ പ്രൈമറി എക്സാംസിനെ കുറിച്ചും അതിനുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ പ്രീ പ്രൈമറിയുടെ 30 ഡേയ്സ് പുതിയ ഷെഡ്യൂള് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമ്മളെ വിളിക്കാവുന്നതാണ്. പ്രീ പ്രൈമറി മാത്രമാണ് അവസരം, ഒരിക്കലും അല്ല. നമുക്ക് മുന്നിൽ എന്തുണ്ട്? നമ്മുടെ LDC ഉണ്ട് അല്ലേ. LDC എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സാം ഇപ്പം ട്രിവാൻഡ്രം ജില്ലയിലെയും അതുപോലെ കുറച്ച് ജില്ലകളുടെ മാത്രമേ ഡേറ്റ് വന്നിട്ടുള്ളൂ. സെപ്റ്റംബറിൽ ഉള്ള എക്സാംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ ഡേറ്റ്സ് എന്നുള്ളതൊന്നും റിവീൽ ആയിട്ടില്ല. അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് പരീക്ഷ എന്നുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ LDC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം LP UP പഠിച്ച് അല്ലെങ്കിൽ LPSA സിലബസ് പഠിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ. കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് എന്ത് പഠിച്ചാൽ മതി? നമ്മുടെ LDCയിലേക്ക് പഠിച്ചാൽ മതി അല്ലേ. പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭരണ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ പോലും അവിടെ ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അങ്ങനെ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഇവിടെ LPSA പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ച ഹിസ്റ്ററി ഭാഗങ്ങൾ അല്ലെങ്കിൽ ജോഗ്രഫി ഭാഗങ്ങൾ വളരെ ക്രിസ്പി ആയിട്ടാണ് പഠിച്ചത് അല്ലേ. ചില കാര്യങ്ങൾ നമുക്കറിയാം ഇങ്ങനെ വരുവുള്ളൂ, അത് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോവുകയും ചെയ്തു. 2 പരീക്ഷയ്ക്കും അത് വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ, തീർച്ചയായിട്ടും LDC ആണ് എക്സാം, അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങളിലും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളുടെ എന്താ പറയുക, ക്വസ്റ്റ്യൻ പാറ്റേണിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? LDC പഠിക്കാനായിട്ട്. അപ്പം നിങ്ങൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മാറ്റി പിടിക്കേണ്ടത്. അപ്പോൾ LDC, LP UP അല്ലെങ്കിൽ LP കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, UP കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് LDC കോഴ്സുകൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ LDC LP UP ബ്രിഡ്ജ് കോഴ്സ്. അപ്പോൾ ഈ കോഴ്സും നമ്മുടെ CCയിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ അധ്യാപകർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ LDC ഉണ്ട്, പ്രീ പ്രൈമറി ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലുള്ള അവസരം? ഒരിക്കലും അല്ല. വരാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളിൽ പലരും ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും അല്ലേ. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരാൻ പോകുന്ന വലിയൊരു വിജ്ഞാപനമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയും തയ്യാറെടുക്കാം. നമ്മൾ LPSCയിലൊക്കെ സയൻസ് ഒക്കെ നല്ല ഡെപ്തിൽ പഠിച്ച ആൾക്കാരാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാംസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെയാണ് LP UP അല്ലെങ്കിൽ LPSCയിൽ വരാൻ പോകുന്ന NCA നോട്ടിഫിക്കേഷൻ. അപ്പം നമുക്കറിയാം അടുത്ത് തന്നെ ഒരു വിജ്ഞാപനം വരാൻ പോവുകയാണ്. LPSCയുടെ NCA സ്പെഷ്യൽ എക്സാം അല്ലെ, നോൺ കാൻഡിഡേറ്റ് അവൈലബിലിറ്റി ഇതിലേക്ക് നടക്കുന്ന വിവിധ ജില്ലകളിലേക്കായിട്ടുള്ള NCA പരീക്ഷയും വരാൻ പോകുന്ന ഒരു വലിയ അവസരമാണ്. അപ്പോൾ NCA പരീക്ഷയില്ല, ഇത് കിട്ടിയില്ല, ഇനി NCA പരീക്ഷ കിട്ടുമോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയങ്കയുടെ ഒക്കെ കഥ ഓർമ്മയില്ല, നമ്മുടെ ചാനലിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. NCA പരീക്ഷയായിരുന്നു പ്രിയങ്കയുടെ ജീവിതം മാറ്റിമറിച്ച്. അപ്പോൾ NCA വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നു. ഓൾറെഡി LDC ഉണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് വിജ്ഞാപനം വരാൻ പോകുന്നു. പ്രീ പ്രൈമറി അടുത്ത മാസം എക്സാം ഉണ്ട്. അവസരങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. എന്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ? നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയാവുകയാണോ, അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു വിൽ പവറിൻ്റെ ആണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ കുറവുകൾ മാത്രമേ എന്തിലുള്ളൂ? നമുക്കുള്ളൂ. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കൃത്യമായി ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ അവസരങ്ങൾ ചെറുതല്ല. നമ്മൾ അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ സ്ഥിരമായിട്ട് എപ്പോഴും പറയും, എല്ലാ PSC പരീക്ഷകളും നിങ്ങൾ എഴുതുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പാറ്റേൺ ചേഞ്ചും നിങ്ങളുടെ സ്കിൽസിന് നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാ പരീക്ഷകളെയും ക്ലോസ് ആയിട്ട് ചേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നിരാശയൊന്നും വേണ്ട, ഒരുപാട് സന്തോഷം വേണ്ട. നമുക്ക് അടുത്ത അവസരത്തെക്കുറിച്ചാവാം ഇനി നമ്മുടെ ചിന്ത അല്ലേ. ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്തോ ആയിക്കോട്ടെ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം ഇനിയുള്ള അവസരത്തിലേക്ക് എങ്ങനെ പരിശ്രമിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം മറ്റുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.